ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇന്നത്തെ പരിപാടി അതാവട്ടെ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം. കൂടെ ലൈക്കും ഷെയർ. തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇവ ഇത്ര ഞാൻ കഴുകിയെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇവയിത്രയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കണം. എണ്ണയുടെ ഉപയോഗം വളരെ പരിമിതമായിട്ടേ ഉള്ളൂ. ആദ്യം ഇവയിത്രയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞപ്പൊടി ഒരു ശകലം മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സവാള വെന്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. വീഡിയോയിൽ കാണുന്നത് അര വേവായതിനു ശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കോരി വെക്കുകയാണ്. കാര്യം ഇതൊന്ന് കടുക് പൊട്ടിക്കാനുണ്ട്. കടുക് വെളിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം. ഗരം മസാലയാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗരം മസാല ഒരു സ്പൂൺ ചേർത്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമത് ഉപ്പ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കിയിട്ടുണ്ട്.